ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ദനഹാകാലം 5-ാമത്തെ ആഴ്ചയിലാണ്. ഇവിടെ ഒന്നാം വായന ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഇസ്രായേൽക്കാർ അറിവില്ലായ്മ മൂലം പാപം ചെയ്താൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ പാപത്തെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുക, അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്ക് കൊണ്ടുവരികയും വേണം. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ചുരുക്കത്തിൽ ഈ പാപപരിഹാരാർത്ഥം ചെയ്യേണ്ട ബലികളെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കുകയും ചെയ്യുന്നതിരിക്കട്ടെ, എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. ഇവിടെ ഇസ്രായേൽ ഒരു സമൂഹം എന്ന നിലയിൽ ചെയ്യുന്ന പാപത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവരത് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അവരെല്ലാവരും കൂടിയിട്ട് ആ പാപത്തിന് പരിഹാരം ചെയ്യണം. നമ്മൾ പലപ്പോഴും ഈ പാപമോചനത്തിനായിട്ട് അണയുന്നത് കുമ്പസാരിക്കാൻ പോകുന്ന വ്യക്തികളായിട്ടാണ്. പക്ഷേ നമ്മുടെ കുടുംബം മുഴുവൻ, നമ്മുടെ ഒരു സമൂഹം മുഴുവൻ, ഒരു സന്യാസ സമൂഹം മുഴുവൻ ഒക്കെ നമ്മൾ പാപികളായി തീർന്നെന്ന് വരാം. അതെങ്ങനെയാണ്? നമ്മളെ അനുവർത്തിക്കുന്ന ചില നിയമസംഹിതകളോ അല്ലെങ്കിൽ ചില പോളിസികളൊക്കെ ഉണ്ടാകും. അതിലൂടെ നമ്മൾ ഈ സ്ട്രക്ചറൽ സിൻ എന്ന് പറയും. നമ്മുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ചട്ടക്കൂട് കൊണ്ടുള്ള പാപങ്ങൾ, ഒരു രൂപത എന്ന നിലയിൽ പാപം ചെയ്യുന്ന ആ ഒരവസ്ഥയുണ്ടാകാം. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഞാനും എന്നോട് കൂടെയുള്ളവരും ആ പാപത്തിൻ്റെ ഉത്തരവാദികളായി മാറും. ഒരുപക്ഷെ ഈ സമൂഹത്തിലെ, ഈ രൂപതയിലെ ജനത്തിന് മുഴുവൻ അതിൻ്റെ പ്രത്യാഘാതങ്ങളും പരിണത ഫലങ്ങളും അനുഭവിക്കേണ്ടിയും വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ടാകും. എന്താണ് ഈ സ്ട്രക്ചറൽ സിൻ എന്ന് പറയുന്നത്? ചില കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതത്രമേൽ ഉറച്ചു പോയിരിക്കും. ഉദാഹരണമായിട്ട് ഒരു ദരിദ്രനെ സഹായിക്കണമെന്നുണ്ടാകും. പക്ഷെ നിയമത്തിൻ്റെ നൂലാമാലകൾക്കുള്ളിൽപ്പെട്ട് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അവിടെ വ്യക്തികൾ കുറ്റക്കാരാകണമെന്നില്ല. നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ, ഈ സ്ട്രക്ചറിൻ്റെ, ചട്ടക്കൂടിൻ്റെ പ്രശ്നമാണ്. അവിടെയൊക്കെ എന്താണ് പറയുന്നത്? കേവലം ഈ ബലിയർപ്പിക്കലിലൂടെ പാപമോചനം നേടാൻ മാത്രമല്ല, അതിലുപരിയായിട്ട് നമുക്ക് ഈ പറയുന്ന ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കണമെന്നുള്ളതാണ്. നമുക്ക് ഈ മുകളിലിരിക്കുന്നവർക്ക്, അതേത് മുകളിലിരിക്കുന്നവർ, ഒരുപക്ഷെ രാഷ്ട്രീയമാകാം, മതമാകാം, അല്ല വേറെ എന്തെങ്കിലും സംഘടനയാകാം, അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള ഈ ചട്ടക്കൂടുകളുടെ പുറത്ത് കിടക്കാനുള്ള സാധ്യത കണ്ടെത്താനുള്ള കഴിവുള്ളത്, അതിനുള്ള സാധ്യതകളുള്ളത്. ഇത് നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് പറ്റും? ഈ സമൂഹം മുഴുവൻ ആ പാപത്തിൽ അങ്ങനെ തന്നെ ജീവിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഇസ്രായേൽ സമൂഹം മുഴുവൻ പാപം ചെയ്തു. പക്ഷേ അങ്ങനെ ചെയ്താൽ സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ കൊണ്ടുവരികയും പിന്നീട് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് ഈ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാരാണ് അതിൻ്റെ തലയിൽ കൈവച്ച് അതിനെ അവിടുത്തെ മുന്നിൽ വെച്ച് കൊല്ലണമെന്നൊക്കെ പറയുന്നത്. അതായത് ജനം മുഴുവൻ പാപം ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന സമൂഹ നേതൃത്വത്തിനുണ്ടാകും. അവരെല്ലാവരും കൂടെ കൊണ്ടുവരുന്ന ഈ ബലിവസ്തുവിനെ ഈ പറയുന്ന നേതൃത്വം മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ബലി കഴിച്ച് പാപത്തിന് പരിഹാരം ചെയ്യണമെന്നുള്ളതാണ്. നേതൃത്വത്തിലിരിക്കുന്നവരെക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായനകൾ ഇതൊക്കെ തന്നെയായിരുന്നു. നേതൃത്വത്തിലുള്ളവർക്ക് ഉള്ള വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. സമൂഹത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ആ സമൂഹത്തെ രക്ഷിക്കാനായിട്ടുള്ള വലിയ ദൗത്യമുണ്ട്. അതല്ലെങ്കിൽ ആ സമൂഹം മുഴുവൻ നശിച്ചു പോകും. അവരുടെ നേതൃത്വത്തിന് അർത്ഥമില്ലാതെ വരും. നേതൃത്വം ശാപത്തിൽപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ ദനഹാകാലത്ത് ഓരോരുത്തരും എങ്ങനെയാണ് വെളിപ്പെടുത്തപ്പെടുന്നത്, ആ രക്ഷകനെ സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ നേതൃത്വത്തിലുള്ളവർ എങ്ങനെയാണ് തങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യരാണ് എന്ന് വെളിപ്പെടുത്തുന്ന തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ. ഇതുപോലെ ഈ സമൂഹത്തിന് മുഴുവൻ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ടാണിത്. അതിലവരുടെ പങ്കുണ്ട് തീർച്ചയായിട്ടും. ഈ പഴയ നിയമത്തിൽ അഹ്റോൻ്റെ കുടുംബത്തെയാണല്ലോ പുരോഹിതരാകാനായിട്ട് തിരഞ്ഞെടുത്തത്. അവർ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയും. അവിടെ പറയുന്നത് ഈ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പരിഹാരം ചെയ്യണമെന്നുള്ളതാണ്. പുരോഹിതന്മാർ. അതുപോലെ തന്നെ ജനത്തിൻ്റെ കാണിക്കകളിൽ കുറവുള്ളത് അവർ നികത്തണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൗത്യങ്ങളെല്ലാം ഈ നേതൃത്വത്തിൽ ഉള്ളവർക്കുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അത് കേവലം ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർക്ക് മാത്രമല്ല,
ക്രൈസ്തവരെന്ന നിലയിൽ നമ്മളൊരു പക്ഷേ ഒരു ഓഫീസിൻ്റെ ചാർജ്, ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഒക്കെ ഉള്ളവരായിരിക്കാം. അവിടെയൊക്കെ ഇതേ തത്വം തന്നെയാണ് നമുക്ക് ബാധകമാകുന്നത്. ക്രൈസ്തവമായ ആ ഒരു ദൗത്യം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിറവേറ്റുക എന്നുള്ളതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. രണ്ടാമത്തത് ലേഖനം, കൊളോസ്യർ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ളതാണ് രണ്ടാമത്തെ വായന. അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശം നമ്മെ യോഗ്യരാക്കി പിതാവിന് കൃതജ്ഞത അർപ്പിക്കുക. എന്താ ഈ പ്രകാശം? പ്രകാശം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. അത് മാത്രമല്ല, മറ്റൊരർത്ഥം കൂടി അവിടെയുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവരായി തീർന്നത് എന്നുള്ള പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാൻ. ഈ ആദിമ ക്രൈസ്തവ സഭയിലുള്ളവരെയെല്ലാം വിശുദ്ധരെന്നാണ് വിളിച്ചിരുന്നത്. ഇന്നത്തെ അർത്ഥത്തിൽ നമ്മളെല്ലാം ഒരു പാപമില്ലാത്ത തിന്മയില്ലാത്ത മനുഷ്യർ എന്നുള്ള അർത്ഥത്തിലല്ല അന്ന് വിശുദ്ധരെന്ന് വിളിച്ചിരുന്നത്. അന്ന് വിളിച്ചിരുന്നത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിലാണ്. വിശുദ്ധീകരിക്കുക, കൂദാശ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം, മൂലാർത്ഥം എന്താണ് ആ വാക്കിൻ്റെ? ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ക്രൈസ്തവരായി തീരുന്നവർ ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടവരെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനസ്നാനത്തോടു കൂടിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുക. പിതാവായ ദൈവമാണ് നമുക്ക് ഈ വലിയ സൗകര്യം ഒരുക്കി തന്നത്. തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്കായി തരുന്നതിലൂടെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. ഇനി നമ്മളങ്ങനെ അറിവില്ലാത്തവരല്ല. ദൈവം ആരാണ്, എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത്, എന്താണ് നമ്മുടെ ദൗത്യം, ഇതേക്കുറിച്ച് നമുക്ക് അറിവില്ലായ്മയൊന്നുമില്ല. കൃത്യമായിട്ട് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അന്ധകാരത്തിലല്ല, ഇരുട്ടിലല്ല നമ്മൾ കഴിയുന്നത്. അതിൻ്റെ ആധിപത്യത്തിൽ നിന്നല്ല അവിടെ നമ്മെ മോചിപ്പിച്ചു. മാത്രമല്ല, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അതായത് ദൈവം തൻ്റെ ഈ വെളിപ്പെടുത്തലിലൂടെ, ഈ പുത്രനിലൂടെ എല്ലാം നമ്മളോട് പറഞ്ഞ് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആ പുത്രനിലൂടെ അവിടുത്തെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിച്ചിരിക്കുന്നു. അവനിലാണല്ലോ നമുക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചിരിക്കുന്നത്. പിന്നീട് അവൻ ആരാണെന്നൊക്കെ പറയുകയാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ ആകാശത്തിലും അവനിൽ സ്വർഗത്തിലും ഭൂമിയുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ ഈശോയെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കേവലം മറിയത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ അന്ന് മുതലല്ല ഈശോ തുടങ്ങുന്നത്. ഈശോയുടെ ജീവിതം ആരംഭിക്കുന്ന എന്ന് മുതലാണ്, അത് ആദ്യം മുതലാണ്. അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട് എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകലവും സൃഷ്ടിക്കപ്പെട്ടത് ഈശോയിലൂടെ കൂടെയാണ്. ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. ആ ദൈവം തന്നെയാണ് ഈശോ. അങ്ങനെയെങ്കിൽ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈശോയിലൂടെയാണ്. ഈ വസ്തുത നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പങ്കുചേർന്നിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു മതമെന്ന നിലയിലുള്ളൊരു സമൂഹം മാത്രമല്ല. അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ജീവിതത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ദൈവിക രാജ്യത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പൗലോസ് ചെയ്യുന്നത്. സുവിശേഷ വായന മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ കഥയിലെ തളർവാദ രോഗിയെ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോൾ എന്താണ് ഈശോ പറയുന്നത്? എന്താണ് ഈശോ പറയുകയാണ്, അവരുടെ വിശ്വാസം കൊണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞർ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നെന്ന് മനസ്സിലാക്കി ഈശോ അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നെന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവർ പറഞ്ഞ സത്യമാണ്.
ദൈവത്തിനല്ലാതെ ആർക്കാ പാപം മോചിക്കാൻ കഴിയുക? കാരണം ഇവരൊക്കെ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പൊതുവായിട്ടുള്ള അവരുടെ വിശ്വാസം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തളർവാദമെല്ലാം ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ പാപം മൂലമാണ് അങ്ങ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കന്മാരുടെ പാപം മൂലം. അപ്പോൾ അങ്ങനെയുള്ള ആ പാപം ക്ഷമിക്കുമ്പോൾ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുകയുള്ളൂ. അങ്ങനെ പാപം ക്ഷമിക്കാനായിട്ട് ആർക്കാണ് അധികാരം? ആ ദൈവത്തിന് മാത്രമാണ്. ഇവൻ എവിടുന്ന് അധികാരം കിട്ടിയത്? അപ്പോൾ ഈശോ ഈ സുവിശേഷനോട് പറയുകയാണ്, അവനത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എഴുന്നേൽക്കാൻ പറഞ്ഞത് കാരണം അവന് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിനക്ക് സൗഖ്യം തരുന്നതേ ഉള്ളൂ. അതേ സമയത്ത് ഈ പാപങ്ങൾ ക്ഷമിച്ചു കഴിയുമ്പോൾ നീ തന്നെ ഏറ്റ് നടന്നുകൊള്ളും. അതിലൂടെ ഇവരൊരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യും, അത് ഇവൻ ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് എന്ന് ഈശോ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? തൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈശോ നേരിട്ടിങ്ങനെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല ചെയ്യുന്ന പ്രത്യേകത. താൻ ചെയ്യാനായിട്ട് പിതാവായ ദൈവം നിയോഗിച്ച ആ ദൗത്യ നിർവഹണത്തിലൂടെയാണ് ഈശോ താൻ ദൈവമാണ് എന്ന്, രക്ഷകനാണെന്ന് വെളിപ്പെടുത്തുന്നത്. അത് ഏറ്റവും അന്തിമമായിട്ട് എവിടെയാണ്? കുരിശുമരണത്തിൽ, ഉത്ഥാനത്തിലുമാണ്. കുരിശുമരണത്തിൽ സാധാരണയാണെങ്കിൽ ജനമെല്ലാം ചിന്തിച്ചതോടെ കഴിഞ്ഞിനി ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി കേവലം ഒരു മനുഷ്യനല്ല, പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ള ദൈവം തന്നെയാണ്. ആ ഈശോയുടെ നമുക്കറിയാം ഭൗതിക ശരീരമാണ് സഭയെന്ന് പറയുന്നത്. ഈ സഭയിലൂടെയാണ് ഇന്ന് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. ഈ സഭയിലൂടെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് വീണ്ടും സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു സന്തോഷമുണ്ടാകേണ്ട കാര്യമാണ് ഈ രീതിയിൽ ദൈവം നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടും തൻ്റെ മക്കളാക്കുന്നു എന്നുള്ളതിൽ. അതിനുള്ള ഉറപ്പാണ് നമുക്ക് തരുന്ന ഈ കുദാശകളെല്ലാം. പ്രിയമുള്ളവരെ, ഈ ദനഹക്കാലത്ത് നമ്മൾ ഓർക്കുക, ഇപ്രകാരം പാപങ്ങൾ ക്ഷമിച്ച് നമുക്ക് സൗഖ്യം തരാൻ കഴിവുള്ള വ്യക്തിയാണ് നമ്മൾ വിശ്വസിക്കുന്ന യേശു. ആ ഈശോയുടെ വാക്കുകളാണ് നമുക്ക് പ്രമാണങ്ങളായിരിക്കേണ്ടത്. ആ ഈശോയെക്കുറിച്ച് ആരെന്ത് തെറ്റ് പറഞ്ഞാലും നമ്മൾ എതിർക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ അതിൽ വീണ് വഴിമാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും നമുക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണ്? ചില നറേറ്റീവ്സ് ഉണ്ടാക്കുകയാണ്. നറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഖ്യാനം എന്ന് വേണേൽ പറയാം. സത്യമല്ലാത്ത നറേറ്റീവ്സ് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ക്രൈസ്തവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്താണ്? ഈ നറേറ്റീവ്സിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ ഈശോയുടെ ആ ശിഷ്യ സമൂഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ളവർ, എതിർക്കുന്നവരാണ് ഇത്തരത്തിലുള്ള നറേറ്റീവ്സ് ഉണ്ടാക്കുന്നത്. അത് മീഡിയയിലൂടെ മുഴുവൻ, അതുപോലെ മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം നിരന്തരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിൽപ്പെട്ട് പോകാറുണ്ട്, വഴിതെറ്റി പോകാറുണ്ട്. നമുക്ക് ഓർക്കാം, യഥാർത്ഥത്തിൽ ഈശോയാണ് നമ്മുടെ വഴി കാട്ടി, നമ്മുടെ വഴി ഈശോയാണ് സത്യം. ആ ഈശോയെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിലും പരലോകത്തിലും ശാന്തിയിലും സമാധാനത്തിലും സ്വർഗീയമായ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.